ഹലോ ഗായ്സ്, സന ജയ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പെരുന്നാളല്ലേ, അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഒരു ഇതും വരക്ക്. അപ്പം ഞങ്ങളൊരു ഗ്രൗണ്ടിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചിട്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട്, അവനെ കാണിച്ചിട്ടേ. ആ ഒരു പാവിൻ്റെ ചുറ്റും മഞ്ഞാണ്. ഹലോ ഗായ്സ്, ഞാൻ മുഹമ്മദ് ജെയിംലിയാദ്. എന്നെ വീട്ടിൽ വിളിക്കല്ലേനു ബേബീന. എനിക്ക് വിശക്കുന്നുണ്ടോ, രാവിലെ തിന്നാണ്ട് നടക്കണല്ലേ. ഞാൻ കരഞ്ഞു നോക്കി, ഇത് തിരിഞ്ഞു നോക്കുന്നില്ല. എന്നെ പെരുന്നാളായിട്ട് എന്നെ പട്ടിണിക്ക് ഇടാൻ നോക്കുകയാണ് ഇവർ. എന്തൊക്കെ ചെയ്തിട്ട് ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ ദീദിയുടെ മേത്ത് കിടന്ന് കുത്തി കുത്തി ചാടി നോക്കി, പക്ഷെ ദീദി തിരിഞ്ഞു നോക്കണില്ല എന്നെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്കൊന്ന് ഒച്ചടാൻ പറ്റിയെങ്കിൽ, ഒന്ന് കരയാൻ പറ്റിയെങ്കിൽ. പറഞ്ഞിട്ടിപ്പോൾ വലിയ കാര്യമില്ല. ഇവർ തിരിഞ്ഞു നോക്കിയെങ്കിലല്ലേ കരഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക മച്ചോനെ, ഉറക്കം വന്നിട്ട് വയ്യ. ചേട്ടാ എനിക്ക് വിശക്കണം മച്ചേ, അലറാണ്ട് തോന്നുന്നു. പിന്നെ ഇവർ തിരിഞ്ഞു നോക്കില്ലല്ലോ. എനിക്ക് പെരുന്നാളായിട്ട് പട്ടിണിക്ക് ഇടുന്നു രാവിലെ തന്നെ. എന്ത് ചെയ്യും, ചിക്കനും മട്ടനൊക്കെ ഉണ്ടാവുമോ. പിന്നെ അമ്മച്ചീനെ വന്ന് വിളിച്ചോണ്ടി തന്നതാ കുരുക്ക്. പിന്നെ ഇതപ്പോൾ എന്താ എൻ്റെ മുന്നിലിരിക്കുന്ന പറ്റോനെ, അത് കുത്തപ്പിന്നാരാ. ഇതിപ്പോൾ ഞാനും എന്താ ചെയ്യുക, എന്ത് സാധനമോ ടേസ്റ്റ് ചെയ്തൊക്കെയാക്കല. പക്ഷെ അതിന് രീതി ചമ്മയ്ക്കില്ലല്ലോ. ഞാനിങ്ങിപ്പോൾ എന്ത് ചെയ്യും. ആ നീല ശാനത്തെ പൊത്തി കടിച്ച് തിന്നാൻ തോന്നുന്നു. പക്ഷെ ദീദിനെ നോക്കിയിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദീദിൻ്റെ കുഞ്ഞിനെ എൻ്റെ മുന്നിൽ കുറേ ക്യാമറ ഒക്കെ കൊണ്ട് വെച്ചിട്ട് ആ കുരുപ്പ് വേറെ വല്ല കൊണ്ട് വെച്ചൂടി ദീദിക്ക്. പക്ഷേ എന്ത് ചെയ്യും, എനിക്ക് പാന്ത് പിടിക്കണുണ്ട്. ഞാൻ പിന്നെ ദീദിൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ എത്തിക്കാൻ വേണ്ടിയിട്ട് കയ്യും കാലൊക്കെ നീട്ടി വയ്ക്കും. പക്ഷെ ദീദിനെ എത്തണ്ടേ. ഞാനത് കിട്ടാനുള്ള വക നോക്കി നോക്കട്ടെ. ഇങ്ങനെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.